1971 ഇന്ത്യ അവസാനമായിട്ട് മോക്ക് ഡ്രിൽ നടത്തിയത് അന്നായിരുന്നു. അന്നേ വർഷം തന്നെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ വാറും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 2025 ഇന്നാണ് ഇന്ത്യ അടുത്തതായിട്ട് മോക്ക് ഡ്രിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താണ് മോക്ക് ഡ്രിൽ, നമ്മളെന്താണ് ചെയ്യേണ്ടത്, നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നോക്കാം. ആദ്യം തന്നെ എയർ റൈഡ് വാർണിംഗ് സൈറണുകൾ മുഴങ്ങും. ഇത് കേൾക്കുന്ന സ്ഥലത്തുള്ള വീട്, ഓഫീസ്, എല്ലാ സ്ഥലത്തിനുള്ള ലൈറ്റ്സ് നമ്മൾ ഓഫാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളെ വേഗത്തിൽ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ പരിശീലനം നൽകും. വൈദ്യുതി തകരാറിലാകും, അതുപോലെ തന്നെ ഫോൺ സിഗ്നലുകൾക്ക് തകരാറ് സംഭവിക്കും. ഈ ഒരു സമയത്ത് നമ്മൾ ജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മൾ മുൻകരുതൽ എടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് സിവിൽ പരിശീലനം നൽകുന്നതായിരിക്കും. എങ്ങനെയാണ് ഒരു അപകടം വരുമ്പോൾ നമുക്ക് രക്ഷപ്പെടാനതിനെ കുറിച്ചുള്ള പരിശീലനം വിദ്യാർത്ഥികൾക്കൊക്കെ കൊടുക്കുന്നതായിരിക്കും. തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ സംരക്ഷിക്കാൻ പരിശീലനം നൽകുന്നതായിരിക്കും. അതുപോലെ പാരാമിലിറ്ററി, പോലീസ്, അഗ്നിരക്ഷാസേന, ഹോം ഗാർഡ്, NCC കാഡറ്റ് മുതലായവ എല്ലാവരും ഈ മോക്ക് ഡ്രില്ലിൻ്റെ ഭാഗമായേക്കും. ദീർഘ സൈറണുകളാണെങ്കിൽ മുന്നറിയിപ്പിൻ്റെതും, ചെറിയ സൈറണുകളാണെങ്കിൽ സുരക്ഷിതം എന്നാണ് സൂചിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പൊതുസ്ഥലത്തുള്ളവർ പെട്ടെന്ന് തന്നെ സുരക്ഷിതമായ സ്ഥലത്തോട്ട് മാറേണ്ടതാണ്. അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം എവിടെയാണോ അവിടേക്ക് എല്ലാവരും സുരക്ഷിതമായിട്ട് തന്നെ മാറേണ്ടതാണ്. അപ്പോൾ ഒരു യുദ്ധം ഉണ്ടാകാൻ പോകുമ്പോൾ ആണ് മോക്ക് ഡ്രിൽ സാധാരണ ഏതൊരു രാജ്യത്ത് മോക്ക് ഡ്രിൽ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് അവസാനമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ 1971 ഇന്ത്യ പാക് വാർ നടക്കുന്നതിന് മുമ്പ് ആയിരുന്നു അവസാനമായിട്ട് മോക്ക് ഡ്രിൽ നടന്നത്. അന്നേ വർഷം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ വാറും നമുക്കറിയാം 1971 നടന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ ഇപ്പോൾ മോക്ക് ഡ്രിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഏതൊരു രാജ്യത്ത് വാർ വരുന്നതിന് മുമ്പ് ഈ രീതിയിലുള്ള മുൻകരുതലുകൾ നമ്മൾ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ഓപ്പൺ വാർ വരാതിരിക്കാൻ പ്രാർത്ഥിക്കാം. ഏതിനും ഒരു പരിഹാരമാവില്ല. നമുക്ക് എല്ലാവർക്കും അറിയാം, വാർ വളരെ ഏത് രാജ്യമായാലും വാർ വളരെ ലോസാണ് രാജ്യത്തിന് നൽകുന്നത്. ഇനിയിപ്പോൾ ഒരു ഇന്ത്യ പാക് വാർ വരികയാണെങ്കിൽ തന്നെ ജാതി മതഭേദമന്യേ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്ന് പോരാടാം.